ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതേപോലെ തേങ്ങ അരച്ചിട്ടുള്ള മീൻകറി ആട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോണത്. ഇത് ഓലക്കൊടിയ മീനാണ്, നല്ല ഫ്രഷ് മീനാണേ. അപ്പോൾ ചെറിയ ഉള്ളി, തേങ്ങാക്കൊത്ത്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ ചേർത്തു. ഇനി മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലപോലെ ആദ്യം ഒന്ന് ചതച്ചെടുക്കുക. എനിക്ക് ചിരവയില്ലാത്തത് കൊണ്ടാട്ടോ ഞാൻ തേങ്ങ കൊത്തിയിട്ടേക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തു. ചതച്ച തേങ്ങ ഇനി നല്ല മഷി പോലെ ഞാൻ അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചട്ടിക്കകത്താണ് ഉണ്ടാക്കാൻ പോണത്. അതുകൊണ്ട് തന്നെ ചട്ടി എനിക്ക് ആദ്യം ഒന്ന് ഫ്രീ ആക്കണം. അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചട്ടി ഞാൻ ഫ്രീ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അരപ്പിട്ട് കൊടുക്കുവാണേ. ഈ മിക്സിയുടെ ജാറൊക്കെ നന്നായിട്ട് കഴുകി അതിനകത്തേക്ക് ഒഴിച്ചോട്ടോ. നല്ലപോലെ ചാറ് ഞാൻ നീട്ടിയെടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് ഓവറായിട്ടല്ല, എനിക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും. അപ്പോൾ തേങ്ങ അരച്ച് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നല്ലപോലെ ഒന്ന് ഇതൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് വിടിയിപ്പിച്ചിട്ട് കഴുകി വെച്ചേക്കുന്ന പുളി, കുറച്ച് ആവശ്യത്തിന് ഉപ്പുപൊടിയും കൂടെ ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇനി ഒന്ന് തിള വരാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കുവാണേ. അപ്പോൾ കുറച്ച് നേരം ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ തിള വരാൻ തുടങ്ങി. അപ്പോൾ മീൻ കഷ്ണങ്ങളൊക്കെ ഞാൻ പെറുക്കി ഇട്ട് കൊടുക്കുവാണേ. ഞാൻ ആദ്യമായിട്ടാട്ടോ വലിയ മീനൊക്കെ തേങ്ങ അരച്ച് കറി വെക്കുന്നത്. ഞാൻ ഉണ്ടാക്കി തുടങ്ങിയപ്പോഴേ എൻ്റെ അനിയൻ ചോദിച്ചു, നീ മീൻ നശിപ്പിക്കാൻ പോവുകയാണോ എന്ന്. എന്തായാലും ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതല്ലേ, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും കഴിച്ചേക്കാമെന്ന് വിചാരിച്ച് തന്നെ അങ്ങ് ഉണ്ടാക്കുവാണ്. പക്ഷെ ഞാൻ ഉണ്ടാക്കി അതിൻ്റെ തിള വന്നപ്പോഴുണ്ട് ഗൈസ്, എന്തോ ഒരു സ്മെല്ലായിരുന്നെന്നറിയോ, നല്ല അടിപൊളി മണം. തുറന്ന് നോക്കി ടേസ്റ്റ് ചെയ്തപ്പോഴുണ്ട് അടിപൊളി ടേസ്റ്റ്. ഞാൻ ഓർത്ത് ഇതിനു മുമ്പ് ഞാൻ എന്തുകൊണ്ട് തേങ്ങ അരച്ച് കറി വെച്ചില്ല എന്ന് വരെ ഞാൻ വിചാരിച്ചു പോയി. എന്തായാലും കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ ഇനി തുറന്ന് വെച്ച് ഒരു 5 മിനിറ്റോടെ വെച്ചിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം. അങ്ങനെ കറിയൊക്കെ സെറ്റാക്കി ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ, കാണാൻ തന്നെ എന്തൊരു ഭംഗിയാന്ന്. ഇനിയിപ്പം ഞാൻ കഴിച്ച് നോക്കുക കേട്ടോ. കുറച്ച് മോര് കറിയും മീൻ കഷ്ണങ്ങളും മീൻ്റെ ചാറും വറുത്ത മീനും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ കഴിക്കാൻ പോവാണേ. അപ്പം ഫുഡ് കഴിക്കാത്തവരൊക്കെ ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.